അതെ, ഞങ്ങൾ 4 വർഷം 10-48 പേപ്പർ പഠിച്ചു. സത്യം പറഞ്ഞപ്പോൾ മാത്തമാറ്റിക്സ് ആയാലും ശരി, അങ്ങനെ കുറേ സാധനങ്ങളായാലും ഏതൊക്കെ ഫീൽഡിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. AI കാലഘട്ടമാണ്. AI മാത്രമല്ല, IT ഇൻഡസ്ട്രി നല്ലപോലെ ബൂം ചെയ്യാണ് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് IT ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആർക്കിഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ 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 ഇപ്പം ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ അവർ ഒരുപാട് അണ്ടർ റേറ്റഡ് ആവുന്നുണ്ട്. അതൊരു തമാശ എന്ന രൂപേണ നമുക്ക് ആ സിനിമ കാണാമെന്നല്ലാണ്ട് അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് സൊസൈറ്റി ഈ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സിന് വേണ്ട വില കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇന്ന് ഏകദേശം 75ഓളം ഞങ്ങൾക്ക് എംപ്ലോയീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും പ്രൊഫഷണൽസ് ആണ്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, MBA ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഈവൻ അതിൻ്റെ അകത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ഹയറിംഗ് എല്ലാം ഇൻ്റർനാഷണൽ ഹയറിങ്സ് ആണ്. ശരിക്കും ഇപ്പോൾ പുറത്തോട്ട് പോകുന്നവരടുത്തും പറയേണ്ടത്, അവർ പുറത്തോട്ട് പോയതിന് ശേഷം പലരും പല കാര്യങ്ങളും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതിന് മുന്നേ ചെയ്ത് തീർത്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അവന് എൻജിനീയറിംഗ് ജോലി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കാണിച്ചു കൊടുക്കാനോ അവിടെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു. അതാണ് മേജർ ഇഷ്യൂ വരുന്നത്. അപ്പം അവർക്ക് സിറ്റിയിലേക്ക് വന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഞങ്ങൾ ഏകദേശം 20ഓളം സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 10 വർഷം കൊണ്ട് 750 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 35,000 സ്ക്വയർ ഫീറ്റ് എത്തി. ഒരു സ്റ്റാഫിൽ നിന്ന് 75 സ്റ്റാഫ് എത്തി. ഒരു ചെറിയ ഓഫീസിൽ നിന്ന് 5 ക്യാമ്പസ് എത്തി. അതൊരു വലിയ വളർച്ചയാണ്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് സജിനാണ്. ആദ്യമായിട്ടല്ല സജിൻ ഈ വേദിയിൽ വരുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് സജിൻ തന്റെ സ്ഥാപനം തുടങ്ങിയ കഥയും അന്ന് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഓൾറെഡി നമ്മളോട് പങ്കുവെച്ചതാണ്. പക്ഷെ ഇന്ന് സജിന് പറയാനുള്ളത് തന്റെ കഷ്ടപ്പാടിന്റെ കഥയല്ല, കഷ്ടപ്പെട്ട് വളർന്ന് ആർക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം 750 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 35,000 സ്ക്വയർ ഫീറ്റിലേക്ക് വളർന്ന കഥയാണ്. സോ സ്വാഗതം സജിൻ. സജിൻ 20 കാലഘട്ടത്തിലാണ് സ്പാർക്കിൽ വരുന്നത്. 2018-19 സമയത്താണ്. ഓക്കെ, അന്ന് കണ്ടതിനേക്കാളും ഒരുപാട് വളർന്നു. രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. പക്ഷേ ബിസിനസ്സിൽ ഒരുപാട് വളർന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ 2018 നിന്നിടത്തുനിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. ശരിക്കും ആ വ്യത്യാസം ഉണ്ടായത്, ഞങ്ങൾ 2013 പഠിച്ചിറങ്ങുന്നത്, എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നത്. അന്ന് ഇൻഡസ്ട്രിക്ക് ഉള്ളതും അക്കാഡമിക്സിലുള്ളതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പഠിച്ചിറങ്ങുന്നത് ഞങ്ങൾക്കൊന്നും ഇൻഡസ്ട്രി ആയിട്ട് യാതൊരു ബന്ധമില്ല. പഠിച്ചിറങ്ങുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ജോലി വൈസ് നമുക്കൊന്നും അറിയില്ല. അപ്പം 2013 ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കും സ്ഥിതി അത് തന്നെയാണ്. അതാണ് ആർക്കേറ്റിന്റെ റെലവൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർക്കേറ്റ് ഒരു സൊല്യൂഷൻ ആയിട്ട് കുട്ടികൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് വളർച്ച കാരണം എന്ന് വിചാരിക്കുന്നു. അതായത് 2013 നിങ്ങളെല്ലാ 4 പേരല്ലേ? അതെ, 4 പേര്. ഓക്കെ, സജിന് 3 സുഹൃത്തുക്കൾ. നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് എത്ര നാൾ ജോലി അന്വേഷിച്ച് നടന്നു? ആക്ച്വലി ഞങ്ങള് 2013 പഠിച്ചിറങ്ങിയിട്ട് ഒരു 2014 തുടക്കത്തിലൊക്കെയാണ് ആദ്യത്തെ ജോലിക്ക് കയറുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ കാലയളവിൽ ഒരു 6-7 മാസത്തിൽ തന്നെ ഞങ്ങൾ ഏകദേശം 10-30 ഇന്റർവ്യൂകൾക്ക് പോയിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണ്, തിയറി കുറെ അലക്കി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്. പക്ഷെ ഒരു മനുഷ്യന് ഞങ്ങളുടെ അടുത്ത് അതൊന്നും ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചതെല്ലാം പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഫേസ് ന്യൂട്രൽ നീ എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിലബസിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷേ അയാളെ സംബന്ധിച്ച് അത് ഏറ്റവും ബേസിക് ചോദ്യമാണ് അല്ലേ? എന്നെ സംബന്ധിച്ച് അത് ബേസിക് ചോദ്യമാണെന്ന് മനസ്സിലായെങ്കിലും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെയും പ്രശ്നം. ഇപ്പൊ ഞാൻ കോളേജുകളിലൊക്കെ പോയിട്ട് കുട്ടികളുടെ ഇത് ചോദിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാമല്ലോ, പണ്ടല്ലേ അറിയുന്നുള്ളൂ, ഇപ്പൊ അറിയാലോ. അങ്ങനെ കുട്ടികൾക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്കും കൺഫ്യൂഷനാണ്. അവരും തിയറി പഠിച്ചു വെച്ചേക്കുന്ന ആ ആൻസറുകളാണ് വീണ്ടും വീണ്ടും സ്പിറ്റ് ഔട്ട് ചെയ്യുന്നത്. പക്ഷെ അതല്ല ഇൻഡസ്ട്രിക്ക് വേണ്ടത്. ആ വ്യത്യാസം ഉള്ളിടത്തോളം കാലം ആർക്കേറ്റിന് ഇവിടെ റെലവൻസ് ഉണ്ടാവും. അപ്പോൾ 2013 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ അനുഭവിച്ചൊരു പെയിനാണ്. നിങ്ങളുടെ ടീച്ചിങ് എന്ന് പറഞ്ഞ പാഷനാണ്. നിങ്ങൾ അല്ലെങ്കിൽ സംരംഭകരാകണം എന്ന ആഗ്രഹമാണ് നിങ്ങൾ 4 പേരുടെ ആർക്കേറ്റ് എന്ന സ്ഥാപനത്തിന് തിരിതെളിക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങിയത്? ഞങ്ങൾ കൊല്ലത്ത് കൊട്ടിയം എന്ന് പറഞ്ഞൊരു ചെറിയ ടൗൺ ഉണ്ട്, അവിടെയാണ് 750 സ്ക്വയർ ഫീറ്റിൽ ആദ്യം തുടങ്ങുന്നത്. ഞങ്ങൾ 4 പേരാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ 4 പേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോഴായാലും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴായാലും ഒക്കെ ഞങ്ങളുടെ സംസാരം
സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളതാണ്. അതെ. അപ്പൊ അതിനൊരു മൂലധനം വേണമല്ലോ, ക്യാപിറ്റൽ വേണമല്ലോ. അപ്പൊ അത് വീട്ടിൽ നിന്ന് ചോദിക്കാൻ ഒരു മടി. വീട്ടുകാര് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. അതെ, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചല്ലോ, അതും മാനേജ്മെന്റ് സീറ്റിലാണ് ഞങ്ങൾ പഠിച്ചത് സത്യം പറഞ്ഞത്. ഓക്കെ. അപ്പൊ കുറച്ച് കാശൊക്കെ ചെലവായി പഠിച്ചതാ. അതെ. ചെലവാക്കിയതുകൊണ്ട് തന്നെ വീണ്ടും ചെലവാക്കിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മടി ഉണ്ടായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി, ക്യാപിറ്റൽ ഉണ്ടാക്കി, അത്രയും നാള് ഹോംവർക്കും കൂടി ചെയ്തിട്ട്, കാശുണ്ടാക്കൽ മാത്രമല്ല, ഒരു സ്ഥാപനം തുടങ്ങാൻ എളുപ്പമാണല്ലോ, അതിന് നല്ലപോലെ ഹോംവർക്ക് ചെയ്യണം. ആ ഹോംവർക്കിംഗ് കൂടെ ചെയ്തിട്ട് തുടങ്ങാം എന്നുള്ളതിലാണ് 2015 ഞങ്ങൾ 4 പേരും കൂടി. ശരിക്കും അന്ന് ഷമീം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് നിലനിന്ന് പോകുന്നത്, വിജയിക്കുള്ളൂ. സിമിലർലി അത് തന്നെയാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ മെയിൻലി കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ കുട്ടികളാരും ഇൻഡസ്ട്രിക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആവുന്നില്ല. അതായിരുന്നു പ്രോബ്ലം. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ആർക്കേറ്റിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അത് പെർസിസ്റ്റ് ചെയ്യുന്നത്. ഒരു ആദ്യത്തെ കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളെടുത്തു? ശരിക്കും ഞാൻ 2015 തുടങ്ങിയപ്പോഴും ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പാർട്ട് ടൈം ആയിരുന്നു ആർക്കേറ്റ് ആക്ച്വലി. അപ്പോൾ അന്ന് ഒരു ചെറിയ സ്റ്റുഡൻറ് ബേസ് എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കെയർ ഓഫിലൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ കുറച്ച് കുട്ടികൾ വന്നു. ഒരു വർഷം 30 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം 30 കുട്ടികൾ? അതെ, അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാം കൂടി ചേർത്തിട്ടാണ് 30 കുട്ടികൾ ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ആ 30 കുട്ടികൾക്ക് ഞങ്ങൾ അവരുടെ കോർ ഇൻഡസ്ട്രിയിൽ തന്നെ പ്ലേസ്മെന്റ് ഞങ്ങൾ വാങ്ങിക്കൊടുത്തു, പണി പഠിപ്പിച്ച് പ്ലേസ്മെന്റ് വാങ്ങിക്കൊടുത്തു. ശരിക്കും അന്നൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇല്ല. ഞങ്ങളുടെ പേജ് നോക്കിയാൽ അറിയാം, അന്നത്തെ ഒരു ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ ബൈ മൗത്ത് തന്നെയാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് മൊത്തം വരുന്നത്. ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളുടെ ശരിക്കും സ്പോക്ക് പേഴ്സൺസ്. ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഞങ്ങളുടെ കുട്ടികളാണ്. ഓക്കെ. അവിടെ നിന്ന് ഇപ്പോ നോക്കുമ്പോൾ ഒരുപാട് കോഴ്സസ് ആർക്കേറ്റിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കോഴ്സസ് നമ്മൾ പുതുതായിട്ട് എടുത്തേക്കുന്നത്? ഞങ്ങള് ശരിക്കും ആർക്കേറ്റിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുക എന്നുള്ള ഇന്റർനാഷണൽ ഒരു ഗോളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ പ്രൊഫഷണൽസ് ഇൻ ദ സെൻസ് എഞ്ചിനീയേഴ്സ് മാത്രമല്ല, ഇന്ന് ഇൻഡസ്ട്രിയിൽ ജോബ് കൂടുതൽ ഡിമാൻഡ് വരുന്ന ഏതൊരു സെക്ടറിനെയും ആർക്കേറ്റ് അഡ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം. ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ? അതെ, ആർക്കേറ്റ് സ്കൂൾ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് ശേഷം പിന്നെ തുടങ്ങിയത് ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ. മീഡിയ മീൻസ് അറിയാലോ, ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ, മൾട്ടിമീഡിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു സെഗ്മെന്റാണ് ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ. അപ്പോൾ കുറേ അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പം ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയയിൽ പഠിക്കുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം കുട്ടികൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് പാഷനേറ്റ് ആയവർ മാത്രം. ടൂൾസ് അല്ല അറിയേണ്ടത് ഓൺ വർക്കാണ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് അവർക്ക് വരുന്നത്. ഞങ്ങളുടെ കുട്ടികൾ ഇപ്പം മഴവിൽ മനോരമയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പല സിനിമയിലും ഇപ്പം എഡിറ്റിംഗിന് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഞങ്ങളുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്, എല്ലാവർക്കും ടൂൾസ് അറിയുള്ളൂ, ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഈവൻ ഇന്നിപ്പോ ഞാനൊരു സെഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഇന്ന് കുട്ടികളുടെ ചോദിച്ചപ്പോൾ ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ, ഈ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഒട്ടുമിക്ക കുട്ടികൾക്കും അറിയാം. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒട്ടുമിക്ക കുട്ടികൾക്ക് അറിയാം. ഈ ഓട്ടോക്യാഡിൽ ഇവർ പ്ലാനാണ് വരയ്ക്കുന്നത്, പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരയ്ക്കുന്നത്. ഇത് വരച്ചിട്ട് ഇതെങ്ങനെയാണ് ഒരു കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അപ്ലൈ ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ പിന്നെ നിങ്ങളിത് പഠിച്ചേ? അല്ലേ, എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത് കുറേ സാധനങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് അത് ഭയങ്കര എന്തോ കാര്യമാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കും. ഇതിന്റെ ഒരു ഫൈനൽ ക്ലോസിങ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. അതെ, ഞങ്ങൾ 4 വർഷം 10-48 പേപ്പർ പഠിച്ചു. സത്യം പറഞ്ഞപ്പോൾ മാത്തമാറ്റിക്സ് ആയാലും ശരി, അങ്ങനെ കുറേ സാധനങ്ങളായാലും ഏതൊക്കെ ഫീൽഡിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതിപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ കുഴപ്പമല്ല, ഒരു കോളേജിന്റെ കുഴപ്പമല്ല, യൂണിവേഴ്സിറ്റിയുടെ കുഴപ്പമില്ല, അത് ഹോൾ സിസ്റ്റം ആണ്. അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അതെ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകൾ ഭയങ്കര കുറവായിരിക്കും, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആർക്കേറ്റ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് ആണ്. അതെ, അറിയാലോ, ഇപ്പം AI-യുടെ കാലഘട്ടമാണ്. AI മാത്രമല്ല, IT ഇൻഡസ്ട്രി നല്ലപോലെ ബൂം ചെയ്യാണ് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് IT ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആർക്കേറ്റ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കേറ്റ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസിൽ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള IT ഇൻഡസ്ട്രിയിലെ എല്ലാ കോറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. അത് ആക്ച്വലി ഞങ്ങൾ നാസ്കോമിന്റെ മെമ്പർ കൂടിയാണ്. നാസ്കോം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അപ്പെക്സ് ബോഡിയാണ് നാസ്കോമിന്റെ മെമ്പർ കൂടിയാണ്. സോ
പല വലിയ കമ്പനികളിലേക്കും ഞങ്ങളുടെ കുട്ടികളെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് കൈപിടിച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നു. സാധിക്കുന്നുണ്ട്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ. അതെ. അപ്പം അവിടെ ആയാലും ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പലരും കോഡിങ് പോലും അറിയുന്നില്ല. പല പിള്ളേർക്കും പേടിയാണ് IT ഇൻഡസ്ട്രിയിലേക്ക് വരാൻ. CS എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ കാര്യം ഞാൻ പറയും. അവർക്ക് പേടിയാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അവരെ കൊണ്ട് ആരും അത് ചെയ്യിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവർ ചെയ്യുക? ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു പ്രാപ്തി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഉണ്ടാക്കി എടുക്കുന്നില്ല, അല്ലെ? അപ്പം അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്കിഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് വരുന്നത്. EY പോലുള്ള വലിയ കമ്പനികളിൽ ഉൾപ്പെടെ പ്ലേസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ മാത്രം ഒതുങ്ങി നിന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വലിയ കുട്ടികളെ മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മൾ എപ്പോഴും കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മളിത് റൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ ആവുന്നതാണ് ഞങ്ങളുടെ ഒരു ചിന്ത. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പുതിയ ടെക്നോളജീസ് എല്ലാം കൊച്ചു കുട്ടികളെ വരെ പഠിപ്പിക്കണം എന്നുള്ളത്. അന്നയ്ക്കും അറിയായിരിക്കും അല്ലേ, നമ്മുടെയൊക്കെ പിള്ളേര് മൊബൈൽ യൂസ് ചെയ്യുന്നതായാലും യൂട്യൂബ് യൂസ് ചെയ്യുന്നതായാലും ഭയങ്കര രീതിയിലാണ്, ഭയങ്കര ഫാസ്റ്റാണ്, നമുക്കൊന്നും അറിയത്ത് പോലും ഇല്ല. അപ്പൊ അവർക്ക് നമ്മളിപ്പോഴും ഈ മാത്തമാറ്റിക്സ് എളുപ്പമാക്കാനുള്ള വഴികളും അതും ഇതും കാണാപ്പാടം പഠിക്കേണ്ടതും അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത്. ഞങ്ങൾ KG ലെവൽ മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഇന്നത്തെ ടെക്നോളജീസ് കുറച്ചും കൂടി ഇൻഡെപ്തിൽ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ, ഒരു വാവ് എഫക്ട് വരുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആർക്കേറ്റ് K12 എന്ന് പറഞ്ഞൊരു വിങ്ങും കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. K12 KG മുതൽ 12th വരെ. അതെ, അത് അടിപൊളിയാണല്ലോ. കാരണം അതില് ഒരുപാട് കുഞ്ഞു കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. നല്ല രസമാണ്. കാര്യം അവരുടെയൊക്കെ IQ ഭയങ്കരമാണ്. ഞാൻ ഇപ്പം ഇവിടെ തേവര സ്കൂളിൽ പോയി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്കറിയാവുന്ന ടെക്നോളജിയെക്കാളൊക്കെ വലുതാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാളും പേടിച്ചാണ് ഇപ്പോ സ്കൂൾസിൽ പോയി ക്ലാസ് എടുക്കുന്നവരും. നമ്മളെക്കാട്ടി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. കാരണം നമ്മുടെ ഒരു നല്ല പ്രായം എത്തിക്കഴിഞ്ഞിട്ടാണ് മൊബൈൽ ഫോൺ കാണുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാണുന്നത്. ഇവര് ജനിച്ച് വീണപ്പോ ഇവര് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നീട് നമ്മള് ഈ ട്രെയിനിങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. ആർക്കേറ്റ് PMC എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി PMC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കേറ്റ് PMC എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഡിസൈനിങ് ആയിക്കോട്ടെ, അല്ലാണ്ടുള്ള കൺസൾട്ടൻസി വർക്കുകളായിക്കോട്ടെ, എസ്റ്റിമേഷൻ വർക്കുകളായിക്കോട്ടെ, MEP വർക്ക്, BIM റിലേറ്റഡ് വർക്ക്, ഇതെല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആർക്കേറ്റ് PMC. ആർക്കിടെക്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർക്കേറ്റ് PMC. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള രീതി എന്താ, ഒരു കോൺട്രാക്ടറെ കണ്ടെത്തും, ആ കോൺട്രാക്ടർക്ക് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അന്ന പുറത്താണെന്ന് വിചാരിച്ചോ, ദുബായിലാണ് അന്ന നിൽക്കുന്നത്, അന്നയ്ക്ക് ഇവിടെ ഒരു വീട് വെക്കണം. ഇവിടുത്തെ കോൺട്രാക്ടറുമായിട്ട് ഫോൺ വിളിച്ച് മൽപ്പിടുത്തം നടത്തിയിട്ടായിരിക്കും ആ വീട് ഏതെങ്കിലും വിധേന അത് ഉണ്ടാവുക, അല്ലെ? അവിടെയാണ് ആർക്കേറ്റ് PMC വരിക. ആർക്കേറ്റ് PMC ഈ ക്ലയന്റിന്റെയും കോൺട്രാക്ടറെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ചാനൽ പാർട്ണറാണ്. ക്ലയന്റിന് ചിലപ്പോൾ ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ആ ടെക്നിക്കൽ നോളജ് ഈ PMC കൈകാര്യം ചെയ്ത് കൊടുക്കും. അതേപോലെ PMC പറയുന്ന ആ ഒരു പാറ്റേണിലായിരിക്കും ആ കോൺട്രാക്ടർ ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ക്ലയന്റിന് സീറോ ടെൻഷനാണ് ശരിക്കും. അതിനുവേണ്ടിയാണ് PMC ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പം കഴിഞ്ഞു. ഇതുപോലെ പുറത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള വർക്കുകൾ ഇപ്പോൾ ആർക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്കേറ്റിന്റെ സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് LLC എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് പുറത്തുള്ള ആർക്കിടെക്ചറൽ വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല കമ്പനിക്ക് വേണ്ടിയിട്ടും ഔട്ട്സോഴ്സ് ചെയ്തുള്ള വർക്കുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പല കമ്പനികൾക്കും ഓഫീസ് ഷാർജയിലാണ്, അതിന്റെ ഓഫീസ് ഷാർജ മീഡിയ സിറ്റിക്കുള്ളിലാണ്. അപ്പോൾ അതിൽ ശരിക്കും ഈ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, ഞങ്ങൾക്ക് ശരിക്കും റിക്രൂട്ട്മെന്റും കൂടിയുണ്ട്. റിക്രൂട്ട്മെന്റ് മീൻസ് ഒരു ചാനൽ പാർട്ട്ണർ കൂടിയാണ്. പല എഞ്ചിനീയറിംഗ് കമ്പനീസിനും എഞ്ചിനീയേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനൽ പാർട്ട്ണർ കൂടിയാണ് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ്. അത് UAE കമ്പനീസ് ഉണ്ട്, ഇന്ത്യയിലെ കമ്പനീസും ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഒരർത്ഥത്തിൽ ഇൻഡയറക്ട്ലി ഞങ്ങളുടെ കുട്ടികളെയും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്കും ഹെൽപ്പാണ്, കുട്ടികൾക്കും ഹെൽപ്പാണ്, പുറത്തുനിന്നുള്ള കുട്ടികൾക്കും ഹെൽപ്പാണ്. ഓക്കെ, അത് അടിപൊളിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പോലെ ഈ സ്കില്ലുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് പലർക്കും സാധിക്കാത്തത്. എല്ലാവരും തിയറി പഠിപ്പിച്ച് വിടും, അല്ലെങ്കിൽ ടൂൾസ് പഠിപ്പിച്ച് വിടും, അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ അവിടെയാണ് നിങ്ങൾ ഇത്രയും കുട്ടികൾ, സോ നമ്മുടെ കുട്ടികളും ഹാപ്പിയാണ്, ഈ കുട്ടികളെ കിട്ടുന്ന കമ്പനികളും ഹാപ്പിയാണ്. ഞാൻ കണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ പലരും അണ്ടർ റേറ്റ് ചെയ്യാറുണ്ട്. അവരോട് ചോദിക്കാറില്ല നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിക്കാറില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് എത്ര സപ്ലൈ ഉണ്ട്. അതെ. ഇപ്പം ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ അവർ ഒരുപാട് അണ്ടർ റേറ്റഡ് ആവുന്നുണ്ട്.
അതൊരു തമാശ എന്ന രൂപേണ നമുക്ക് ആ സിനിമ കാണാമെന്നല്ലാണ്ട് അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് സൊസൈറ്റി ഈ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സിന് വേണ്ട വില കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ആ കുട്ടികളുടെ പ്രോബ്ലംസ്, ഇനി അവരങ്ങനെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് മനസ്സിലാക്കാനോ, ആ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്താനോ, ഓരോ കുട്ടിയുടെയും പാഷൻ എന്താണെന്ന് കണ്ടെത്താനോ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. അതാണ് ഇഷ്യൂ. ഇല്ല ഇവിടുത്തെ സിസ്റ്റത്തില് ശരിക്കും പറഞ്ഞാൽ അത് എഞ്ചിനീയറിംഗിന് മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവരോട് ജോലിക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ജോലി കൊടുക്കണമല്ലോ. ഞങ്ങൾ ഇതിനുവേണ്ടി പോയിട്ടുണ്ട് കുറേ അടുത്ത്. ഞാൻ 31 ഇന്റർവ്യൂസിന് പോയിട്ടുണ്ട് ഈ 7 മാസത്തിൽ. 31 ഇന്റർവ്യൂവിന് പോയത് എന്തായിരിക്കും, ആരും ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ 31 അടുത്ത് പോയത്. അപ്പം അങ്ങനെ പോയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിട്ടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ തിയറി മാത്രമേ എൻ്റെ ഉള്ളൂ. ഈവൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും നേരാവണ്ണം അറിയത്തില്ലായിരുന്നു. അല്ലേ, നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരൊക്കെ വന്നിട്ട് പറയും നിങ്ങൾ പരമാവധി ഇന്റർവ്യൂകൾക്ക് പോകണം, അതൊരു മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെ പറയുന്നത് അങ്ങനെയാണ്, തോക്കുന്നവന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അല്ലെ, ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. അതെ, നമ്മൾ എന്ത് ചെയ്തിട്ടാണ് തോറ്റേന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥ വരും. എന്താ കിളി പോയ അവസ്ഥയാണ് നമുക്ക്. ഓക്കെ, ഇന്ന് അങ്ങനെ കൊല്ലത്തുനിന്ന് വളർന്ന് എനിക്ക് തോന്നുന്നു 10 വർഷങ്ങളായി ആർക്കേറ്റ് തുടങ്ങിയിട്ട്. 2025 വന്നു കഴിഞ്ഞപ്പോൾ എത്ര ക്യാമ്പസ് ആയി? ഇന്ന് മൊത്തം 5 ക്യാമ്പസ് ഉണ്ട്. കൊല്ലത്ത് 2 ക്യാമ്പസ് ഉണ്ട്, കൊച്ചിയിൽ 2 ക്യാമ്പസ് ഉണ്ട്, പിന്നെ ഷാർജയിൽ ഞങ്ങളുടെ ഓവർസീസ് ക്യാമ്പസ് ഉണ്ട്, ഷാർജ മീഡിയ സിറ്റിയിൽ. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു എംപ്ലോയി ആയിരുന്നു 2015 തുടങ്ങിയപ്പോൾ. നിങ്ങൾ 4 പേരും പാർട്ട് ടൈം ജോലി ചെയ്യുമായിരുന്നു, പിന്നീടാണ് ഇതിലേക്ക് വരുന്നത്, ഫുൾ ടൈം ആയിട്ട് ആർക്കേറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇന്ന് ഏകദേശം 75ഓളം എംപ്ലോയീസ്. ഞങ്ങൾക്ക് എംപ്ലോയീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും പ്രൊഫഷണൽസ് ആണ്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, MBA ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഈവൻ അതിൻ്റെ അകത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ഹയറിംഗ് എല്ലാം ഇന്റർനാഷണൽ ഹയറിങ്സ് ആണ്. അതായത് 10 വർഷം 20 വർഷം ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഇന്റർനാഷണൽ പ്രൊഫഷണൽസ്. ഞങ്ങൾക്ക് കസാഖിസ്ഥാനിൽ നിന്ന് ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, ഈജിപ്തിൽ നിന്ന് ട്രെയിനേഴ്സ് ഉണ്ട്, ഇന്തോനേഷ്യയിൽ നിന്ന് ട്രെയിനേഴ്സ് ഉണ്ട്, അബുദാബിയിൽ നിന്ന് ട്രെയിനേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും അവിടുത്തെ റെസിഡൻസ് ആണ്, പക്ഷേ ഇവർക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ നല്ലപോലെ കിട്ടിയ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അവരുടെ സേവനവും അവരുടെ എക്സ്പോഷറും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ UK-ലും കാനഡയിലും ജർമ്മനിയിലും പോയി സെറ്റിൽ ആകുമ്പോൾ നിങ്ങൾ അവിടെയുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അതെ, അതും വേണമല്ലോ. നമ്മുടെ നാട് മോശമല്ലല്ലോ, നമ്മുടെ നാട്ടിലേക്ക് അവരെയും ഇൻവൈറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അവരിവിടെ വന്ന് ഞങ്ങളുടെ കുട്ടികൾക്കും ക്ലാസ് കൊടുക്കും. ഏതോ ഒരു ട്രോൾ വീഡിയോയിൽ കണ്ട പോലെ UK-ൽ പോയി, പക്ഷെ അവിടെ നിന്ന് നാട്ടിലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ കാനഡയിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ പ്രൊജക്ട് മാനേജ്മെന്റിന്റെ കോഴ്സ് ഒക്കെ ഞങ്ങളുടെ ഓൺലൈനിലൂടെ ചെയ്യുന്നുണ്ട്. മലയാളികൾ. ശരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പൊ പുറത്തോട്ട് പോകുന്നവരടുത്തും പറയേണ്ടത്, അവര് പുറത്തോട്ട് പോയതിനു ശേഷം പലരും പല കാര്യങ്ങളും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതിന് മുന്നേ ചെയ്ത് തീർത്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ സജിൻ ഒരു അധ്യാപകനാണ്, ഒരു സംരംഭകനാണ്. ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് 10 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആർക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്രയും ഒരു പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസം നേടിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വളർച്ച എന്നാണ് സജിൻ്റെ ഒരു അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശരിക്കും ഞങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയും അക്കാഡമിക്സും തമ്മിൽ യാതൊരു ബന്ധമില്ലായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഏതൊക്കെ കമ്പനീസ് ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ആ കമ്പനീസിന് എന്തൊക്കെയാണ് സർവീസസ് എന്നോ, ആ സർവീസസിലേക്ക് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് അറിയേണ്ടതെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഓൾമോസ്റ്റ് സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും കുട്ടികളുടെ കാര്യം കഷ്ടമാണ്. ആക്ച്വലി ഈ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു പ്ലേസ്മെന്റ് നീട്ടിക്കൊടുത്ത് അവർ പോവും. ഇപ്പോൾ പലരും പറയണ്ട എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവൻ എഞ്ചിനീയറിംഗ് ജോബിന് പോയില്ല, അത് അവന്റെ കുറ്റമല്ല. അവന് എഞ്ചിനീയറിംഗ് ജോലി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കാണിച്ചു കൊടുക്കാനോ അവിടെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു. അതാണ് മേജർ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇഷ്യൂവിൻ്റെ മേലെ ഞങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഈ പറഞ്ഞ 75ഓളം എംപ്ലോയീസും കറക്റ്റായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള 1-on-1 മെന്ററിങ് ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇമ്പാർട്ട് ചെയ്യാന്നുള്ളത്. ഈ ടെക്നിക്കൽ നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ അവൻ്റെ മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാവണം, ആ ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കണം. ഞങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും ഒരു ഫുൾ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. കുറേയധികം പ്രൊജക്ട് ലൈവ് കേസ് സ്റ്റഡീസ്, ഞങ്ങളുടെ തന്നെ ലൈവ് കേസ് സ്റ്റഡീസ് കൊടുക്കും. അതുകൂടാതെ സിഗ്നേച്ചർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റ് ഒരാൾ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ അന്ന അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അന്നയ്ക്ക് ഞാനൊരു പ്രൊജക്റ്റ് തരും. ഒരു ക്ലയൻറ്റ് എങ്ങനെയാണോ അന്നയ്ക്ക് ഒരു പ്രൊജക്റ്റ് തരുന്നത് അതുപോലെ തന്നെ തരും. ഈ പ്രൊജക്റ്റ് ഫുള്ളി അന്ന ചെയ്ത് ഫയലാക്കി വെക്കുമ്പോൾ അന്നയ്ക്ക് കിട്ടുന്ന ഒരു ഡോപ്പമിൻ എഫക്റ്റ് എന്ന് പറയുന്നത് സംതിങ് ബിഗ് അല്ലേ? അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു മെത്തഡോളജി.
നമ്മളല്ലാതെ കോളേജിൽ ഒരു പ്രൊജക്ട് തന്നാൽ ചിലപ്പോൾ നമ്മളായിരിക്കില്ല ചെയ്യുന്നത് പോലും. അല്ലെ, ആ പ്രൊജക്ട് ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇത് പുറത്തു കൊടുത്ത ചെയ്യിപ്പിച്ചത്, ഈവൻ റിപ്പോർട്ട് ഉൾപ്പെടെ ഞങ്ങൾ പുറത്തു കൊടുത്ത ചെയ്യിപ്പിക്കുന്നത്. അത് കണ്ണി പൊടിയിടാനുള്ളത്, മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ്. അസൈൻമെന്റിന്റെ മാർക്ക്. അതെ അതെ അതെ, അസൈൻമെന്റും സെമിനാറും എല്ലാം തന്നെ. ഇതിനിടയ്ക്ക് എപ്പോഴും ഒരു റെക്കോർഡ്സ് ഒക്കെ കിട്ടിയല്ലോ, ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അതെന്തായിരുന്നു കാര്യം? അത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു. കഴിഞ്ഞ വർഷം 2023-24 അക്കാഡമിക് ഇയറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് സെഷൻസ് ഹാൻഡിൽ ചെയ്തതിന്റെ ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. പാൻ ഇന്ത്യ ലെവലിൽ ഞാൻ എഞ്ചിനീയറിംഗ് സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര സെഷൻസ് എടുത്തു? 357 സെഷൻസ് ഒരു വർഷം. അടിപൊളി. എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഏകദേശം? ഒരു സെഷൻ ആവറേജ് ഒരു 40+ സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാകും. അയ്യോ, അടിപൊളി, സൂപ്പർ ആണല്ലോ. അപ്പൊ വിദ്യാർത്ഥികൾക്കിടയിലെ ഒരു ഹെവി മനുഷ്യനാണ്. ഇല്ല, അങ്ങനൊന്നുമില്ല. എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് പിള്ളേർ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് പഠിച്ചിറങ്ങിയപ്പോൾ എന്താണോ എന്റെ മനസ്സിൽ തോന്നിയത് അത് തന്നെ പിള്ളേർക്കും ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സിങ്ക് ഉണ്ടാവും. ഞാൻ എന്റെ അവസ്ഥ പറയുമ്പോൾ പിള്ളേരിൽ നിന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും, അയ്യോ എന്റേതും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാലും എപ്പോഴാ പറയുന്ന പോലെ നമ്മൾ ഈ പ്രായം കഴിഞ്ഞിട്ടില്ല മക്കളെ. അതെ അതെ അതെ, അത് തന്നെ തന്നെ. അപ്പൊ ഇത് കൂടാതെ ഞങ്ങള് ഈ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക്, ഇപ്പൊ അവർക്ക് സിറ്റിയിലേക്ക് വന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഞങ്ങൾ ഏകദേശം 20ഓളം സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു മൈക്രോ സെന്ററുകളാണ്. സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രൊഫഷണൽസിന് വേണ്ടി സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കുന്ന മൈക്രോ സെന്റേഴ്സ് ആണ്. അതിന്റെ പേര് അർബൻ കാഡ് എന്നാണ്. അർബൻ കാഡ് ആക്ച്വലി മോഡേൺ കാഡ് എന്നാണ് ഉദ്ദേശം. ഇപ്പൊ കാഡ് മാറി ബിം എന്ന് പറഞ്ഞൊരു ടെക്നോളജി ആയി. അതാണ് ശരിക്കും അർബൻ കാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളത് റൂറൽ ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്? റൂറൽ ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അർബന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കാരണം? എല്ലാവരും വലിയ വലിയ നഗരങ്ങളിൽ, ഇപ്പം ആർക്കേറ്റ് തന്നെ ആദ്യം കൊല്ലത്ത് തുടങ്ങി, പിന്നെ നമ്മൾ കൊച്ചിയിലേക്ക് വന്നു, ഇപ്പൊ ഷാർജയിലേക്ക് പോയി, പിന്നെ നിങ്ങൾ റിവേഴ്സ് തിങ്ക് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? ആക്ച്വലി ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത് തുടങ്ങിയത് തന്നെ ഞങ്ങളുടെ പെയിനിൽ നിന്നാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇത് പഠിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ തന്നെ ഓരോ കുട്ടികളും നമ്മളെ വിളിക്കുമ്പോൾ, സാർ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടം വരെ വന്ന് പഠിക്കാനായിട്ടുള്ള അവസ്ഥയില്ല, സാഹചര്യം ഇല്ല എന്ന് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ IT ഒക്കെ കഴിഞ്ഞ കുട്ടികൾ, അവർക്ക് ദൂരെയൊക്കെ വന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഒന്നും ഇല്ലാത്തവരുണ്ട്. ഇപ്പൊ എന്റെ നാളെ അടിമാലിലാണ്. അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഹോസ്റ്റൽ ഫീസ് തന്നെ ഭയങ്കരമാണ്. ഇനി അല്ലാണ്ട് പോയി വരാനാണെങ്കിൽ അത് പാടുവാണ്, നടക്കുകയല്ല. അതാ. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരവരുടെ ഗ്രാമങ്ങളിൽ തന്നെ വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ, അതും ഒരു തരത്തിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ പ്യുവറായിട്ട് ഇവർക്ക് സിറ്റിയിലായാലും ഏത് സ്ഥലത്തായാലും കിട്ടുന്ന അതേ ട്രെയിനിങ് അവരുടെ നാട്ടിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അർബൻ കാഡ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം കേരളത്തിന് പുറത്തേക്ക് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. പാൻ ഇന്ത്യ ലെവലിൽ. ഓക്കെ, പാൻ ഇന്ത്യ നിങ്ങൾക്ക് നന്നായിട്ട് വളരാൻ പറ്റും. കാരണം ഒരുപാട് റൂറൽ ഏരിയാസ് ഉണ്ട്, പക്ഷെ ഭയങ്കര ടാലന്റഡ് ആയിട്ട് ആളുകൾ. ഞങ്ങളിപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആർക്കേറ്റ് ആണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആർക്കേറ്റ് ആണ്. അതുപോലെ ലോയോള കോളേജ്, നമ്മുടെ വിജയ അണ്ണനൊക്കെ പഠിച്ച ലോയോള കോളേജിലും ട്രെയിനിങ് കൊടുക്കുന്നത് ആർക്കേറ്റ് ആണ്. അങ്ങനെ ഔട്ട്സൈഡ് കേരളം നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 2019 പിന്നെ ഫോണിൽ കൂടെയുള്ള കോൺവെർസേഷൻസേ ഉള്ളൂ, പക്ഷെ ഇത്രയും വളർന്ന കഥ അറിയത്തില്ല. അതെ അതെ അതെ, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരുപാട് പേര് സംരംഭകരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എല്ലാവരും വളരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. കാരണം ഇതുപോലെ ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്ന കഥ പറയുമ്പോഴോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇത്രയും ഡെവലപ്പായി കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും ഉണ്ട്. അതിൽ ഞങ്ങൾക്കും ഒരു ഭാഗമാകാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം സംരംഭത്തിന്റെ ഭാഗമായതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയാലും അത് ഇടയ്ക്ക് പറയും. ആ ഇന്റർവ്യൂസിൻ്റെ ആയാലും ഒരുപാട് പേരൻസ് ഇന്റർവ്യൂസ് കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ മോൾക്കും ഇതേ അവസ്ഥയാണ്, എൻ്റെ മോനും ഇതേ അവസ്ഥയാണ്, സാർ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, സാർ എനിക്കും ഇതേ അവസ്ഥയാണ്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പലയിടത്തും പോകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടാറുണ്ട്. സ്പാർക്ക് സ്റ്റോറീസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് വളരട്ടെ. 15ാമത്തെ വാർഷികത്തിൽ നമുക്ക് ഇതുപോലെ ഒന്നോടെ ഇരിക്കാൻ പറ്റും. അന്ന് പാൻ ഇന്ത്യ വളരാൻ സാധിക്കട്ടെ. കാരണം നിങ്ങൾ 10 വർഷം കൊണ്ട് 750 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 35,000 സ്ക്വയർ ഫീറ്റ് എത്തി. ഒരു സ്റ്റാഫിൽ നിന്ന് 75 സ്റ്റാഫ് എത്തി. ഒരു ചെറിയ ഓഫീസിൽ നിന്ന് 5 ക്യാമ്പസ് എത്തി. അതൊരു വലിയ വളർച്ചയാണ്. അപ്പൊ ഇനി അത് ഒരുപാട് മുന്നോട്ട് വളരട്ടെ. കാണാം നമുക്ക് അടിപൊളി ഒരു സ്റ്റോറി ഇനിയും നമുക്ക് പറയാൻ പാകത്തിന്. ഒരുപാട് ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് നമ്മുടെ നാട്ടിൽ വന്ന് പഠിപ്പിക്കാൻ പാകത്തിന് ആർക്കേറ്റ് വളരുന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.